നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് വിവാദ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ അവരുടെ വോട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇതിനിടയിൽ എങ്ങനെയും തടി തപ്പി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരു മുന്നണികൾ. അപ്പോഴാണ് പരസ്യമായി തന്നെ ഒരു കുറ്റസമ്മതം നടത്തി കെ മുരളീധരൻ രംഗത്ത് വരുന്നത്. 2016 തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ വട്ടിയൂർക്കാവിൽ താൻ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടി എന്നുള്ള തുറന്നു പറച്ചിലാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ യാതൊരു തരത്തിലും എങ്ങുമെത്താത്ത രീതിയിൽ, ഒരു വ്യക്തതയും നൽകാത്ത രീതിയിൽ പറഞ്ഞ് അഴകുഴമ്പൻ മട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് മുരളീധരൻ തൻ്റെ ഇടത്തോടുകൂടി ഇക്കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടിയിരിക്കുന്നത്. കിട്ടിയ വോട്ടിൻ്റെ കാര്യം തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. എന്നാൽ ഇതിൽ ഇരട്ടത്താപ്പ് കളിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ വർഗീയ മുഖം തന്നെയാണ് വലിച്ചു കീറുന്നത്. 2016 വരെയുള്ള തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2016 കിട്ടി. അതിനുള്ള കാരണം വട്ടിയൂർക്കാവിൽ താൻ സ്ഥാനാർത്ഥിയായപ്പോൾ കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 2019 മുതൽ ദേശീയ അടിസ്ഥാനത്തിലാണ് അവരുടെ പിന്തുണ ലഭിക്കാറുള്ളത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുമുന്നണിക്ക് കേരളത്തിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ശക്തമായൊരു വാദം തന്നെയാണ് കെ മുരളീധരൻ തുറന്നു കാട്ടിയിരിക്കുന്നത്. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ LDFന് സാധിക്കില്ല. തീവ്രവാദ ശക്തികളുടെ വോട്ട് വാങ്ങി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നുവെന്ന ആരോപണം LDFനും UDFനുമെതിരെ തന്നെ നേരത്തെ ഉയർന്ന ഒരു വിഷയമാണ്. അന്നൊക്കെ തന്നെ ഒരു വ്യക്തതയും പറയാതെ അഴകുഴമ്പൻ മട്ടിൽ അതിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു രണ്ട് മുന്നണികളും ശ്രമിച്ചിരുന്നത്. അപ്പോഴാണ് രണ്ട് മുന്നണികളെയും ഒരേപോലെ തന്നെ കുഴിയിൽ ചാടിച്ചുകൊണ്ട് മുരളീധരൻ രംഗത്ത് വരുന്നത്. ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ കഴിയില്ലെന്നുള്ള നിലപാട് നേരത്തെ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവരൊക്കെ വെട്ടിലാക്കിയാണ് മുരളീധരൻ രംഗത്ത് വരുന്നത്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണ്. BJPക്ക് ബദൽ കോൺഗ്രസ് ആണെന്ന് ജമാഅത്തെ ഇസ്ലാമി ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് അവർ ഈ പിന്തുണ നൽകുന്നത്. അതിപ്പോൾ BJPക്ക് നൽകാതെ BJPയെ എതിർക്കാൻ കഴിയുന്ന ഏത് പാർട്ടിയാണോ പ്രബലമായിട്ടുള്ളത് അവർക്ക് നൽകുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഒരു നിലപാട്. ഒരിക്കലും അവരുടെ അടുത്ത് വോട്ട് ചെയ്യരുത് എന്ന് പറയാനായി സാധിക്കില്ല. 2019 മുതൽ അങ്ങനെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസിന് കിട്ടുന്നു. BJPക്ക് ബദലായി കോൺഗ്രസ് എന്ന നിലപാടിൻ്റെ പുറത്ത് സ്വീകരിച്ചൊരു നയമായിട്ടാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. മോദിയെ വിമർശിക്കാതെ രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എങ്ങനെ കിട്ടുമെന്നാണ് മുരളീധരൻ ചോദിക്കുന്നത്. അപ്പോൾ മോദിയുമായി ചേർന്ന് നിൽക്കുന്ന പിണറായി വിജയൻ എന്ന ഒരു ചിന്താഗതി അത് വെൽഫെയർ പാർട്ടിക്കിടയിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർ വോട്ട് ചെയ്യാതിരിക്കും. ഇതേ നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള CPMന് തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയിരിക്കുന്നതെന്ന് കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ. സാമുദായിക നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. സാധാരണഗതിയിൽ NSSന്റെ ചടങ്ങിൽ കൂടുതലായും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാറുള്ളതും മുരളീധരൻ തന്നെ എടുത്തു പറയുകയുണ്ടായി. വയനാട്ടിൽ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണ് UDF വലിയ വിജയം നേടിയതെന്നായിരുന്നു നേരത്തെ CPM നേതാവ് വിജയരാഘവൻ പ്രസംഗിച്ചത്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് മുരളീധരനും ഇപ്പോൾ രംഗത്ത് വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മുരളീധരൻ തൻ്റെ അനുഭവം മാത്രമാണ് തുറന്നു പറഞ്ഞത്. അതുപോലെ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യവും തുറന്നു പറഞ്ഞിരിക്കുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് CMP നേതാവ് CP ജോണും ഇക്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വർഗീയതയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കണമെന്നതാണ് നിലപാട്. SDP ഉൾപ്പെടെയുള്ളവർ മതേതര പക്ഷത്ത് വരണമെന്നും CP ജോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത തവണ അധികാരത്തിൽ കയറാമെന്ന് UDFന് അമിത ആത്മവിശ്വാസം പാടില്ല. പകരം പണിയെടുത്താൽ മാത്രമേ ജയിക്കൂ എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കരുത് എന്നുകൂടി CMP നേതാവ് CP ജോൺ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.